സോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ പാൻഡറ്റ് സീരീസിൽ നമ്മൾ 12 to 13 വരെയാണ് ചെയ്തു തീർത്തത്. സോ ഇനി നമ്മൾ 13 to 14 ലെവലാണ് നോക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദെൻ നമുക്കത് ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ഫയൽ is stored in /etc bandit pass bandit 14 and can only be read by user bandit 14. For this level you don't get the nest password, but you get a private SSH key that can be used to log into the next level. Note: localhost is a hostname that refers to the machine you are working on. So നമുക്ക് ഈ ലെവലിൽ നമുക്ക് പാസ്വേഡ് ഒന്നുമില്ല. സോ നമുക്ക് പാസ്വേഡ്, അതായത് നെക്സ്റ്റ് ലെവലിലേക്കുള്ള പാസ്വേഡ് /etc bandit 14 എന്ന് പറഞ്ഞ ഒരു ഫയലിലാണുള്ളത്. സോ നമുക്കത് ഓപ്പൺ ചെയ്യണം. നമുക്കത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് SSH കണക്ഷൻ എടുത്ത് 13 ലെവലാണെങ്കിൽ മാത്രമേ യൂസർ bandit 14 ആണെങ്കിൽ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കിവിടെ ഒരു പ്രൈവറ്റ് കീ ആണ്. സോ SSHൽ 2 ടൈപ്പ് ഓതൻറ്റിക്കേഷൻ ആണുള്ളത്. അത് നിങ്ങളിപ്പോൾ ഓർത്തിരിക്കണം: പാസ്വേഡ് ആൻഡ് കീ ഓതൻറ്റിക്കേഷൻ. സോ ഇവിടെ ഒരു കീ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓതൻറ്റിക്കേഷൻ വെച്ചിട്ട് അത് കയറാൻ പറ്റുമോ നോക്കാം. സോ ആദ്യം നമുക്ക് 13 ലെവലിൽ കയറാം. ഓക്കെ, ഐ തിങ്ക് ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. സോ പാസ്വേഡ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ 13 ലെവലിൽ കയറി. സോ 13 ലെവലിൽ നമ്മൾ കയറിയിട്ട് നോക്കുമ്പോൾ there is a പ്രൈവറ്റ് കീ. സോ നമ്മൾ വീണ്ടും SSH -i നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ പാസ് കീനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ -i ഇവിടെ യൂസ് ചെയ്തത്. SSH key tab private key and bandit 14 at localhost. then നമ്മൾ പോർട്ട് നമ്പർ കൊടുക്കുന്നു 2220. സോ നമ്മൾ 14 ലോഗിൻ ചെയ്തു. ഇത് ഈസി ആയിട്ടുള്ളതാണ്. സോ ഇത് കീ വെച്ച് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ക്യാറ്റ് ചെയ്യാം. ലൈക്ക് അവർ ഓൾറെഡി അവർ പറഞ്ഞ പാത്ത് ഉണ്ടല്ലോ. സോ ഈ പാത്തിൽ നമുക്ക് പോയി നോക്കാം. സോ etc/bandit pass /bandit 14. സോ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് പാസ്വേഡ് കിട്ടി. ഇതാണ് നമുക്ക് 13 ലെവലിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ്. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.